ഓക്കെ ജെ പി ജയപ്രകാശ്, അത് നമുക്കത് ശരിയാക്കാം. അപ്പോൾ വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും ഈ ഉത്രാട രാത്രിയിലേക്ക്, ഉത്രാടരാത്രിയിലെ നമ്മുടെ ഉത്രാട പാച്ചലിലേക്ക്, അല്ലെ അങ്ങനെയാണ് പറയാ, ഉത്രാടത്തിന് ഉത്രാട പാച്ചൽ എന്നാ പറയാ. ഉത്രാട പാച്ചലിലേക്ക് അവസാന നിമിഷത്തെ ഓണത്തിന്റെ ഒരുക്കത്തിന് വേണ്ടി ഓടുന്ന ഓട്ടമാണ് ഉത്രാട പാച്ചൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഉത്രാടത്തിനെ വിലയിരുത്തുക. അവസാന നിമിഷം ഒരുപാട് പണികൾ ഉണ്ടാവും, സാധനങ്ങൾ റെഡിയാക്കാനുണ്ടാവും. അങ്ങനെ ഉത്രാട പാച്ചലിലാണ്. അപ്പൊ എന്നിട്ട് നിങ്ങളിവിടെ ഇത്രയും ആൾക്കാർ വന്നിരിക്കുന്നത് ആ പാച്ചലിന്റെ ഇടയിലും നമുക്ക് എന്തൊക്കെയോ നേടാനുണ്ട്, എന്തൊക്കെയോ എന്താ പറയാ, പുതിയ കാര്യങ്ങൾ നേടാനുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ ആരെയും വെറുതെ ആക്കരുതല്ലേ. നിങ്ങളുടെ ആഗ്രഹം പോലെ ചില കാര്യങ്ങൾ ഞാൻ നൽകണം, അല്ലേ? അതാണല്ലോ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത്. ഞാൻ അത് ചെയ്ത് പോകണം. അപ്പൊ നാളത്തെ കാര്യം നിങ്ങളെ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും മനോഹരമായ കവിതകളും കഥകളും, എന്താ പറയാ, ഡാൻസ് ഇപ്പൊ നമുക്ക് കളിക്കാൻ പറ്റുമെങ്കിൽ ഡാൻസ് ആയാലും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ മിമിക്രി ആയാലോ, മോണോക്ട് ആയാലോ, കഥാപ്രസംഗമായാലോ, കഥകളെ ഇതൊക്കെ അന്യം നിന്ന് പോവുകയാണ് നമ്മുടെ ഇത് മലയാളത്തിൽ നിന്ന് എന്ന് പറയേണ്ടി വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കഥാപ്രസംഗം. ഹാസ്യ കഥാപാത്രമല്ല, ഹാസ്യ ഗാനങ്ങളായി കഴിഞ്ഞാലോ, മാപ്പിളപ്പാട്ടായി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒപ്പനയ്ക്കൊന്നും നമുക്ക് പറ്റില്ല. അങ്ങനെയുള്ള പല വിവിധമായ പരിപാടികൾ നാളെ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നാളെ നമുക്ക് ആഘോഷിക്കേണ്ട ദിവസമാണ്. നമ്മളെ സംബന്ധിച്ച് 5 പില്ലേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ. വിനോദം എന്ന് പറയുന്ന ഒരു പ്രധാനമായ കാര്യത്തെ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നു. വിനോദത്തിന്റെ ക്ലാസ്സുകൾ ഇതുവരെ നമ്മൾ എടുത്തിട്ടേ ഇല്ല, കാരണം അത് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും വിനോദം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എടുക്കാതെ. അപ്പോൾ വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാം റെഡി അല്ലേ? പോരട്ടെ, എത്ര പേർ റെഡി ഉണ്ട് നോക്കട്ടെ. ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്താണ്? സൗഭാഗ്യത്തെ എങ്ങനെ വരവേൽക്കാം. ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ വരവേൽപ്പാണ് മുഴുവൻ നടത്തുന്നത്, അല്ലെ? നമ്മള് ഉത്രാടത്തിന്റെ ഓണത്തിലേക്കുള്ള വരവേൽപ്പ് കുറേ ദിവസങ്ങളായി തുടങ്ങി. അത്തപ്പൂക്കളം ഇട്ടുകൊണ്ട് ഓണാഘോഷം, 10 ദിവസത്തെ ആഘോഷം. നാളത്തെ ഒരു ഓണ ദിവസം, ഇന്നത്തെ അതിന്റെ വരവേൽപ്പിനുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ആ ക്യാപ്ഷൻ ഇട്ടത്. സൗഭാഗ്യത്തെ എങ്ങനെ വരവേൽക്കാം. അപ്പോൾ സൗഭാഗ്യവും ഓണവും തമ്മിലുള്ള ബന്ധവും, ആ ഓണത്തിൽ നമ്മൾ അനുവർത്തിച്ചു കൊണ്ടുപോകുന്ന ഐതിഹ്യവും, ആ ഐതിഹ്യം നമ്മുടെ മാനിഫെസ്റ്റേഷനുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, അതെങ്ങനെയാണ് നമ്മൾ പരമ്പരാഗതമായി ആഘോഷിക്കുന്നത് എന്നും തീരുമാനിക്കലാണ് നമ്മളിവിടെ ചെയ്യുന്ന ഘടകം. അതാണ് പ്രധാനമായി ഇന്ന് സംസാരിക്കാനുള്ളത്. എവരിബഡി ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് വൺ? എല്ലാവർക്കും ഇത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞോളൂ. യെസ് എന്ന് പറഞ്ഞോളൂ. ഇൻട്രസ്റ്റ് ഉള്ളവർ, നിങ്ങൾ ടൈപ്പിംഗ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടുന്നത് എന്റെ ഭാഗത്തും കുറയും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ടൈപ്പിംഗ് കൂട്ടുന്നുവോ, എത്രത്തോളം നിങ്ങൾ ആവുന്നുവോ, അത്രത്തോളം എനിക്ക് നിങ്ങൾക്ക് കൂടുതൽ നൽകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സത്യനാഥൻജി. മെഡിറ്റേഷൻ പങ്കെടുക്കണം എന്ന് കരുതി യോഗയിൽ ചേർന്നപ്പോൾ മെഡിറ്റേഷൻ പങ്കെടുത്തു എന്ന് പറയുന്നത് വളരെ സന്തോഷം. അപ്പൊ നിങ്ങൾ യോഗ ചെയ്യുന്നുണ്ടെന്ന് വളരെ മനസ്സിലായി, അതിലൂടെ മെഡിറ്റേഷനും ആഡ് ചെയ്തു എന്ന് മനസ്സിലായി. വളരെ സന്തോഷം. കാരണം ആരോഗ്യത്തിന്റെ ഏറ്റവും കാതലായ 2 കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ പറയാണ്ട്, മെഡിറ്റേഷനും യോഗയും. കാരണം യോഗ ശാരീരിക മാനസിക ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ ടോണിക്കാണ്, ഏറ്റവും സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ടോണിക്കാണ് യോഗ എന്ന് പറയുന്നത്. അതിൽ മെഡിറ്റേഷൻ കൂടി ചെയ്യുമ്പോൾ ഒന്നും കൂടി ബെനിഫിറ്റ് കൂടി എന്നുള്ളതാണ് സത്യം. താങ്ക് യു വെരി മച്ച്, വെരി ഗുഡ്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ ഇൻസ്പയർ ആവുന്നു. അതിൽ ഇന്ന് ഞാൻ വീണ്ടും നിങ്ങൾ ഇൻസ്പയർ ആയി എന്ന് കാണുമ്പോൾ ഞാൻ വീണ്ടും ഇൻസ്പയർ ആവുന്നു. അത്ര തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നത്. ജസ്റ്റ് ഗീവ് ആൻഡ് ടേക്ക് പോളിസി, അത്ര തന്നെയാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ സൗഭാഗ്യവും ഓണവുമായുള്ള ബന്ധം. ഞാനത് പറയാൻ പ്ലാൻ ചെയ്ത് മനസ്സിൽ വിചാരിച്ച കാര്യമാണ്. അത് വന്നപ്പോൾ തന്നെ ജയപ്രകാശ് നമ്മോട് ചോദിച്ചു, സാറേ
ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം പറയാമെന്ന്. പക്ഷെ ഓണവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം എന്നതിനപ്പുറത്തേക്ക് ഓണം നമുക്ക് നൽകുന്ന പ്രധാന സംഭാവന എന്താണ്, അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന വ്യൂ എന്താണ്, നമുക്ക് നൽകുന്ന കാഴ്ചപ്പാട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. അതാണ് നമ്മളെ സംബന്ധിച്ച് പ്രാധാന്യം. ഐതിഹ്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും പല സന്ദർഭങ്ങളിൽ മാറി മാറി വരുമെങ്കിലും ഓണം നൽകുന്ന സന്ദേശം വളരെ ഇതാണ്, വളരെ സ്പഷ്ടമാണ് അല്ലെ. എന്താണ് ഓണം നൽകുന്ന സന്ദേശം? ഓണം നൽകുന്നത് മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും അല്ലെ. ഇതിലെല്ലാം അടങ്ങിയിട്ട് ബാക്കി നിങ്ങൾ ചൊല്ലുക, ബാക്കി എല്ലാ സംഭവം അടങ്ങിയിട്ട് ഇതെല്ലാം അല്ലേ നമുക്ക് ആവശ്യമുള്ളത്. മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് നമുക്ക് എന്താ, ഇതേ സാധനത്തെ സിറ്റീസ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം പോരെ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇതുമായിട്ട് വേണം. കള്ളം പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല, അത് നമ്മൾ ചെയ്യരുത്. നമ്മൾ ആരെയും ചതിക്കരുത്, വഞ്ചിക്കരുത്, പറ്റിക്കരുത്. സമ്പൽ സമൃദ്ധിയും അല്ലെ എല്ലാം നിറഞ്ഞിരിക്കുന്നതുമായ ഒരു ജീവിതത്തെ മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത് അല്ലെ. ഇത് മാത്രമല്ലേ നമ്മൾ ആലോചിക്കുന്നു. അതായത് ഓണത്തിൽ പറയുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതെ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായിരുന്നു മാവേലി നാടുവാണിടുന്ന കാലത്ത് മനുഷ്യരെല്ലാരും ഒരുപോലെ നല്ല ഐക്യത്തോടെ സമ്പൽ സമൃദ്ധിയോടെ, എന്തില്ലാത്ത അവസ്ഥയില്, എന്തൊക്കെ ഇല്ലാത്ത മാവേലി നാടുവിടുമ്പോ കള്ളങ്ങളില്ല, അസൂയയില്ല, കുശുമ്പില്ല, പ്രതികാരമില്ല, എന്താ അങ്ങനെ 10 മാലിന്യങ്ങളായ 10 ഇല്ലാത്ത അവസ്ഥ. ഇതല്ലേ നമുക്ക് എല്ലാവർക്കും ആവശ്യം. ആം ഐ റൈറ്റ്? ഇതല്ലേ നമുക്ക് എല്ലാവർക്കും ആവശ്യം. അപ്പോൾ ഓണം നമ്മളെ സംബന്ധിച്ച് അല്ലേ, യെസ് എന്ന് പറയൂ. ഇതല്ലേ നമുക്ക് എല്ലാവർക്കും ആവശ്യം. നമ്മൾ എല്ലാവരും ഇതല്ലേ കാക്ഷിക്കുന്നത്. എല്ലാം സമഭാവനയുടെ സമത്വത്തിലൂടെ ഒരു തരത്തില് അന്ധചിത്രങ്ങളും ഇല്ലാതെ വളരെ ഭംഗിയായി എല്ലാവർക്കും ഇവിടം സ്വർഗമായി ജീവിക്കാൻ സാധിക്കുക. അപ്പോൾ മാവേലി വാണിടുന്ന കാലമായിരുന്നില്ലേ അത്? ശരി, അന്ന് മാനിഫെസ്റ്റേഴ്സിന്റെ കാലമായിരുന്നില്ലേ? അതെല്ലാം ലഭിച്ചവരുടെ കാലമായിരുന്നില്ലേ? ആ കാലത്തെ നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇന്നേ ദിവസം സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് നമുക്ക് പ്രാധാന്യമുണ്ടോ ഇല്ലയോ? ഇന്നത്തെ ദിവസമായി ഈ ദിവസവുമായിട്ട് നമുക്ക് പ്രാധാന്യമുണ്ടോ ഇല്ലയോ? യെസ്, സ്പഷ്ടമാണ്. ഇത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാമുള്ള ആവശ്യത്തിന് ഓണസദ്യയും ഓണപ്പുടവയും ഓണത്തപ്പനും ഊഞ്ഞാലും ഒക്കെ ഉള്ള ഒരു 365 ഡേയ്സ് അല്ലേ നമുക്ക് വേണ്ടത്. ഇതല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് ഒരു ദിവസം മാത്രം നമ്മൾ ആഘോഷിക്കുന്നു. അത് 365 ഡേയ്സ് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് മാത്രമാണ് നമ്മുടെ ആവശ്യം അല്ലേ. ഇത്ര നമ്മൾ സിമ്പിളാണ്. നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഇത്രയും ആഗ്രഹങ്ങളുള്ളൂ. ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് വേണ്ടി മാത്രമാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് അല്ലെ. അപ്പോൾ മനസ്സിലെ മാലിന്യങ്ങൾ ഒന്നുമില്ലാതെ, കള്ളമില്ലാതെ, ചതിവില്ലാതെ എല്ലാവരെയും ഒരേപോലെ കണ്ട് നല്ല ഭരണത്തിന് കീഴിൽ നന്നായി ജീവിക്കാൻ, ആ ജീവിതം ആസ്വദിച്ചു പോകാൻ 11 തരം കറികളും കൂട്ടി നല്ല വിഭവസമൃദ്ധമായ സദ്യയും കഴിച്ച് 2 തരം പായസമൊക്കെ കൂട്ടി വിഭവമായ സദ്യയൊക്കെ കഴിച്ച് ഒരു ഏമ്പക്കൊക്കെ വിട്ട് അല്ലേ, ഇത്രയും നമുക്ക് ആഗ്രഹമുള്ളൂ, ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ ഇത് ഒരു ദിവസം, അപ്പൊ നോക്കൂ, ഒരു ദിവസമെങ്കിലും നമ്മൾ അത് ചെയ്യുന്നു. അത് മറ്റൊരാൾ വരുന്നു എന്ന പ്രതീക്ഷയിലും, അല്ലെങ്കിൽ അതിനെ ഒന്ന് ആവർത്തിക്കാനായിട്ട്, അതിനെ ഒന്ന് എന്താ പറയുക, ദൃശ്യവൽക്കരിക്കാനായിട്ട്, അതിനെ ഒന്നുകൂടി നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇത് അനുവർത്തിക്കുന്നു. ഇത് ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ചെറിയ കുട്ടിക്ക് ഈ ഓണം ഇല്ലായിരുന്നെങ്കിൽ അവൻ എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമോ? ഇങ്ങനൊരു സാഹചര്യം ഈ ലോകത്ത് ഉണ്ടായി എന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? ഇത്രയും നന്നായിട്ട് ഉടുത്തൊരുങ്ങി ഒരുപാട് പരിപാടികളും ആഘോഷവും വിനോദങ്ങളും ഒക്കെ ആയി നല്ലൊരു സദ്യയൊക്കെ കഴിച്ച്
നന്ന രീതിയിൽ അന്ന് അവർക്ക് ആർക്കും വലിയ വലിയ പരാതികൾ ഉണ്ടാവില്ല, പരിഭവങ്ങൾ ഉണ്ടാവില്ല, ആരും ആരോടും അസൂയപ്പെട്ടിട്ടില്ല, കുശുമ്പൊന്നും കാണിക്കാത്ത ഒരു ഓണമല്ലേ നമ്മൾ ആഘോഷിക്കുന്നത്. അങ്ങനെ ഒരു പുതിയ കുട്ടിക്ക് വരുന്ന പുതിയൊരു തലമുറക്ക് നമ്മൾ അതേ സന്ദേശം കൈമാറുമ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആക്ച്വലി ചെയ്യുന്നത് ഇത്ര മാത്രമാണ്, നമ്മൾ ഇത് ആഗ്രഹിച്ചാൽ നമുക്കത് നേടാൻ സാധിക്കും. നമ്മൾ ഓണം വേണമെന്ന് നമ്മൾ തീരുമാനിച്ചുകൊണ്ടല്ലേ ഓണം നമുക്ക് വന്നത്. ഞാൻ ഈ വർഷം ഓണം ആഘോഷിക്കുന്നില്ല തീരുമാനിച്ചവന് ഓണമുണ്ടോ? അവന് ഓണമില്ല. അവന് ഓണം ആഘോഷിക്കുന്നില്ല, ഓണത്തെ പറ്റി കാണില്ല, ഒന്നുമില്ല. നമ്മൾ ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് നമുക്ക് ഓണം അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമുള്ളതാണ്. നമുക്ക് എന്താണോ ആഗ്രഹം അത് മുഴുവൻ സഫലീകരിക്കുന്ന, മുഴുവൻ യാഥാർത്ഥ്യമായി കാണുന്ന ഒരു ദിവസമാണ് ഓണം. എവരിബഡി ലൈക്ക് ഇറ്റ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇത് ഇഷ്ടപ്പെട്ടാൽ ലവ് വെച്ചോളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലവ് വെച്ചോളൂ. യെസ് യെസ് യെസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ സ്ഥിരമായി പറയുന്നതും എന്നാൽ ഓണമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് സൗഭാഗ്യത്തെ വരവേൽക്കണമെങ്കിൽ നമ്മൾക്കുണ്ടാവേണ്ട ചില മാറ്റങ്ങളെ പറ്റി നമ്മൾ പറയണം, അല്ലെ? അത് പ്രത്യേകിച്ച് പറയണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പൊതുവെ ഓണത്തിന്റെ അവസ്ഥയിൽ ഈ കാര്യങ്ങൾ ആൾക്കാർ പറയാറില്ല എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ പറയുന്നത് വളരെ റെയറാണ്. എന്താണ്? ഒന്ന്, നമ്മൾ സൗഭാഗ്യത്തെ പറ്റി പറയുമ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? എനിക്ക് ഭാഗ്യമില്ല, അല്ലേ എന്ന് പറയില്ല ആൾക്കാര്. ഭാഗ്യമില്ല എന്ന് നിത്യവും പറയുന്നതിലൂടെ നിങ്ങൾ ഭാഗ്യത്തിനോടുള്ള നിങ്ങളുടെ മനസ്സിനെ അവ്യക്തമായ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയും അത് നമ്മളിൽ നിന്നും അകന്നു പോവുകയും ചെയ്യുന്നു എന്നാണ് മാനിഫെസ്റ്റേഷൻ തിയറി. നമുക്ക് എന്ത് വേണമോ അത് നമ്മൾ ആകർഷിക്കണം. നമ്മൾ അത് എന്ത് വേണമോ, ഭാഗ്യമില്ല എന്നതിന് പകരം ഭാഗ്യത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഭാഗ്യം വരും. ഭാഗ്യമില്ല എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഭാഗ്യം നമ്മളിൽ അകന്നു പോകും. അപ്പൊ ഓണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പൊതുവെ എനിക്ക് ഓണം ആഘോഷിക്കാം. ഇപ്പൊ നാട്ടിൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥ തന്നെ പറയാം. ആരും നമുക്ക് പറയാറുണ്ട് അല്ലെ, കാണം വിറ്റും ഓണം ഉണ്ണണം, അല്ലെ? എന്തായാലും ഓണം നമ്മൾ ഉണ്ണണം എന്ന് പറഞ്ഞ പ്രത്യേകത എന്താണ്? എന്ത് ത്യജിക്കേണ്ടി വന്നാലും ഓണം ഒഴിവാക്കരുത്. അതായത് എന്ത് ത്യജിക്കേണ്ടി വന്നാലും ജീവിതത്തിലെ ഒരു ദിവസത്തെ സൗഭാഗ്യത്തെ നമ്മൾ ഒഴിവാക്കരുത് എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. കാണം വിറ്റും ഓണം ഉണ്ണണം. അതായത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നൽകിക്കൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കണം. എന്താണ് ഓണം പറയുന്നത്? സൗഭാഗ്യത്തെ പറ്റിയാണ്, സമ്പൽ സമൃദ്ധിയെ പറ്റിയാണ് ഓണം പറയുന്നത്. വേറെ ഒന്നും ഓണത്തിന് സന്ദേശമില്ല. ഓണത്തിന്റെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു കാലഘട്ടത്തെ പറ്റിയിട്ടാണ് ഓണം ഓർമ്മിപ്പിക്കുന്നത്. അതിന് പ്രത്യുപകാരമായി ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കാനായിട്ട് നമ്മൾ ഒരു ദിവസം അത് സെലിബ്രേറ്റ് ചെയ്യുന്നു, മറ്റെല്ലാ ദിവസവും നമുക്ക് സാധിക്കുന്നില്ല. അത് കാണാനായിട്ട് ആ ചക്രവർത്തി, അന്നത്തെ ചക്രവർത്തി നമ്മളിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ അതിന് സ്വാഗതം ഓതുന്നു, നമ്മൾ അത് ചെയ്യുന്നു എന്നത് മാത്രമാണ് അതിന്റെ പ്രത്യേകത. അപ്പോ നമ്മൾ മാനിഫെസ്റ്റേഴ്സ് ചെയ്യേണ്ടത് ഓണത്തിന്റെ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ടാവുന്ന ചില ആഗ്രഹങ്ങളെ, വിശ്വാസങ്ങളെ, അല്ലെ? വിശ്വാസം ഇതിനകത്ത് പ്രധാനമായ കാര്യമാണ്. വിശ്വാസങ്ങളെ മറ്റും കൃത്യമായി രീതിയിൽ പാകപ്പെടുത്തി നിർത്തുക എന്നതാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ലാസ്റ്റ് ഞാൻ പറയാം. മഹാബലിയുമായി ബന്ധപ്പെട്ട കാര്യം, അതെങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷനിൽ വർക്ക് ചെയ്യേണ്ടത് ലാസ്റ്റ് പോയിന്റിൽ പറയാം. നോക്കൂ, മാനിഫെസ്റ്റേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസവും ഉദ്ദേശബോധത്തെയാണ് മാനിഫെസ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഓണം അതുമായി വരുമ്പോ വിശ്വാസം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് ഇതിങ്ങനെ ഉണ്ടായിരുന്നു, ആ കാലഘട്ടം ഇങ്ങനെ ആയിരുന്നു, ആ കാലഘട്ടം പോലെ നമുക്കും വേണമെന്നുള്ള ഒരു വിശ്വാസം, അല്ലെ? അന്ന് നമ്മൾക്ക് നമ്മുടെ പൂർവികർ അങ്ങനെ ഒരു ദിവസം ആഘോഷിച്ചിരുന്നു എന്നുള്ള കഥകളിലൂടെ നമ്മൾ കേട്ടറിഞ്ഞ ആ സംഭവത്തിന്റെ നമ്മളത് വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ പുനഃസ്ഥാപിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ എന്തോ ഒന്ന് വിശ്വസിക്കുന്നു, അതിനെ നമ്മൾ പുനഃസ്ഥാപിക്കുകയും നമ്മൾ ആ ദിവസം അങ്ങനെയായി തീരുകയും ചെയ്യുന്നു. ഇതല്ലേ യാഥാർത്ഥ്യം? അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്താണ് തിയറി? എന്താണോ നമ്മുടെ വിശ്വാസം അതിനെ പൂർണ്ണമായി നമ്മൾ അതായി തീരുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് വർക്ക് ചെയ്യുമോടെ
അത് കറക്റ്റാണോ? തിയറി ശരിയാണല്ലോ. അത് വളരെ പ്രധാനത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. ഓണം എന്ന് പറയുന്നത് സൗഭാഗ്യവും സമൃദ്ധിയും വരും എന്ന വിശ്വാസം എല്ലാവരും നിർബന്ധമാക്കുന്നു, എല്ലാവരിലും എത്തിക്കുന്നത്. വരും, നമ്മൾ അത് ആഘോഷിച്ചാൽ വരും എന്ന് നമുക്കറിയാം. ഇത് വളരെ പ്രധാനമുള്ളതാണ്. അതായത് നമ്മൾക്ക് അങ്ങനെ ഒരു ദിവസം ആകാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് മനസ്സുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ ആയിക്കൂടാ? there are പോസിബിലിറ്റി അല്ലെ? എത്ര തിരക്കുള്ള ആൾക്കാരായാലും, ലോകത്തിന്റെ ഏത് കോർണറിലുള്ള ആൾക്കാരായാലും മലയാളിയായവൻ ഓണം ആഘോഷിക്കുന്നു. വലിയ തിരക്കിന്റെ ഇടയിലും അവൻ ആഘോഷിക്കുന്നു. അതേ സമയത്ത് നമ്മൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്. എക്സസൈസ് ചെയ്യാൻ സമയമില്ല, മെഡിറ്റേറ്റ് ചെയ്യാൻ സമയമില്ല, എന്നൊന്ന് കണ്ണാടി നോക്കാൻ സമയമില്ല, ഭക്ഷണം നേരെ കഴിക്കാൻ സമയമില്ല. അപ്പൊ പിന്നെ അവൻ എങ്ങനെ ഇത് സാധ്യമാകും? നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓണം ആഘോഷിച്ചില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഒരു മലയാളിനെ കണ്ടിട്ടുണ്ടോ? റൈറ്റ്? ആരും കണ്ടിട്ടുണ്ടോ? സാറേ ഓണം സമയമില്ലാത്തതുകൊണ്ട് ഓണം എനിക്ക് മനസ്സിലെങ്കിലും ആഘോഷിക്കാത്തവൻ. ചിലപ്പോൾ നമ്മൾ ഫിസിക്കലി ആഘോഷിക്കാൻ ചിലപ്പോൾ ഓഫീസ് മറ്റു സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റൊറ്റപ്പെട്ട രാജ്യത്തോ ആണെങ്കിൽ പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ ആഘോഷം നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നോക്കും. ആശ കുറേ വർഷമായി ഓണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നത് വളരെ സന്തോഷപൂർവ്വം അത് ആ ഒരു ഇത് കണ്ടോ, ആ ആഘോഷത്തിന്റെ ഒരു ഇത് കണ്ടോ, അത് എവിടെ നിന്നുണ്ടായതാ? കാലങ്ങളായി നമ്മൾ കയറി വെച്ച വിശ്വാസമാണ്. അതേ വിശ്വാസം നമുക്ക് മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കാലോ. എനിക്കത് ലഭിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയിട്ട് അവസാനം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ട്. അവിടെ ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്? നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുമ്പോഴാണ് അല്ലെ? മഹാബലി എന്താ ചെയ്തത്? മഹാബലിയും ഇത് തന്നെയല്ലേ ലോകത്ത് ചെയ്തിട്ടുള്ളത്? മഹാബലിയെ പറ്റിയിട്ട് നമ്മൾ ആ കാലഘട്ടത്തെ നമ്മൾ നിരന്തരം അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളെ മുഴുവൻ നമുക്ക് പല എഴുത്തുകളിലൂടെയും പല എഴുത്തുകുത്തുകളിലൂടെയാണ് കിട്ടിയത് അല്ലെ? അപ്പൊ ആരോ നിരന്തരമായി എഴുതിയതാണല്ലോ നമുക്ക് കിട്ടിയത്. അങ്ങനെ തന്നെ മാനിഫെസ്റ്റേഷൻ നമുക്ക് ചെയ്യാമല്ലോ. ഇപ്പൊ ഞാനിവിടെ വന്ന് പറയുന്നത് എന്താണ്? ആരോ എഴുതി വെച്ച പുസ്തകത്തിലെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ അവിടെയും ഇതിന് ബന്ധമുണ്ട്. ഇനി നമുക്ക് വളരെ കൃത്യമായി ഞാൻ അങ്ങനെ കുറെ പറഞ്ഞു പോകുന്നില്ലെന്ന്, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം മനസ്സിലായി. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഇന്നത്തെ പ്രധാനമായ ഉദ്ദേശം. എന്താണ് മഹാബലിയുടെ ഓരോ വർഷത്തെയും തന്റെ പ്രജകളെ കാണാൻ വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ദിവസമേ അയക്ക് ചാൻസ് ഉള്ളൂ, ഒറ്റ ദിവസമേ ഉള്ളൂ. ബാക്കി പിന്നെ പിറ്റേ ദിവസം അന്നെ രാത്രി പോയിക്കോളം തിരിച്ച്, അല്ലേ? ഇതാണല്ലോ നിയമം. എന്താണ് അതിലൂടെ അർത്ഥമാക്കുന്നതെന്ന് ശ്രദ്ധിച്ച് അറിയൂ. ഇത് മാനിഫെസ്റ്റേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ ഇത് ഒരു കാര്യം സ്കിപ്പായി പോയാൽ നിങ്ങളുടെ ഒരു ആഗ്രഹവും നടക്കില്ല. അതിന് പറയുന്ന പേരാണ് സഹനശീലം അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്നത്. അല്ലേ? 365 ദിവസവും അയാൾ കാത്തിരിക്കണം തന്റെ പ്രജകളെ കാണാൻ വരാനായിട്ട്. റൈറ്റ്? എത്ര പേർക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യം കിട്ടാനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാണ്? എത്ര പേർ നമ്മൾ ആഗ്രഹിച്ച കാര്യം ലഭിക്കാനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഈ ക്ഷമാശീലം നമ്മൾ എത്ര പേർക്കുണ്ട്? നീ എന്നൊക്കെ പറയും നമ്മളിപ്പോ. സംഭവം വിചാരിച്ച സമയത്ത് കിട്ടിയില്ല, നമ്മൾ സെറ്റ് ചെയ്യാണ്, എനിക്ക് ഇത്ര ദിവസം കിട്ടിയില്ലെങ്കിൽ നമ്മളെ ഈ പറഞ്ഞ സ്വഭാവമൊക്കെ അവിടെ മാറും. ഇതൊരു കാര്യമില്ല, ഇതൊന്നും വർക്ക് ചെയ്യുന്ന കാര്യമല്ല, ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരു ദിവസം എന്തിനധികം ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഒരു ദിവസം ക്ലിക്ക് ചെയ്ത് കിട്ടാതിരിക്കുമ്പോൾ കൺട്രോൾ തെറ്റുന്നവരാ. ക്ഷമയെ പറ്റി പറയണേ അല്ലെ? അപ്പോ മഹാബലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം, മഹാബലി നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, ഇത്ര വലിയ സാമ്രാജ്യം എനിക്കുണ്ടായിട്ടും സ്വർഗത്തിൽ ഇത്രയും, അല്ലെങ്കിൽ പാതാളത്തിലേക്ക് നാണല്ലോ കഥ, പാതാളം എന്തെങ്കിലും ആവട്ടെ,
പാതാളത്തിൽ ഇത്രയും കാര്യങ്ങളായിട്ട് ജീവിക്കുന്ന അവിടെ നിൽക്കുമ്പോഴും കൃത്യം 365 ദിവസങ്ങളോളം കാത്തിരിക്കണം തന്റെ പ്രജകളെ കാണാനായിട്ട്. എന്നിട്ട് കിട്ടുന്നതോ ഒരു ദിവസം. നൽകുന്ന സന്ദേശത്തിന്റെ ഡെപ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളമാണ് അത്. ഇതിൽ കൂടുതലായിട്ട് എനിക്ക് അതിനെപ്പറ്റി പറയണമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും കൂടുതലായിട്ട് നമ്മൾ ഈ കാര്യത്തെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പോസിറ്റീവായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാത്രമേ നമുക്ക് ഈ സംഭവം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓണാഘോഷം എന്ന് പറയുന്നത് എന്താണ്? മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും പ്രധാനമാണ്. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യപൂർണവും സർവരെയും ഒരേ കാണുന്ന അവസ്ഥയുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെയും മനസ്സിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ സന്ദേശം മാത്രമാണ് ഇന്ന് നൽകാനുള്ളത്. കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് സമയം ആക്കണം തോന്നുന്നില്ല. ക്ലാസ്സുകളൊന്നും പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഇത്രയും മാത്രം ഓർക്കുക. ഓണം ആഘോഷിക്കുക, അത് നമ്മുടെ ഭാഗമാണ്. അതിൽ വിനോദങ്ങൾ കണ്ടെത്തുക, അതിനപ്പുറത്തേക്ക് അതിലുള്ള സമൃദ്ധിയെ ആഘോഷിക്കുക. നമ്മൾ അതായി തീരുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഇന്നത്തെ അവസ്ഥ. മതിയെന്ന് തോന്നുന്നു. കാരണം ഇത് പറയാൻ തുടങ്ങിയ ചിലപ്പോൾ ഓണത്തെ പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ പറയേണ്ടി വരും. ഇത്രയും ഞാൻ ഇന്ന് സംസാരിക്കുന്നുള്ളൂ. താങ്ക് യു ആൾ. ഇനി നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും പറയാണ്ടും പറയട്ടോ. താങ്ക് യു വെരി മച്ച്. അൺമ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും പറയട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് സംസാരിക്കുന്നത് സംസാരിക്കും. Do you think this is what I said? It's relevant something? കുറച്ചേ പറഞ്ഞുള്ളൂ എങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കിട്ടിയോ ഓണവുമായിട്ട്?